ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് റേഡിയോമെറ്റൽസും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത്. അപ്പം സ്പ്രെഹൻ്റെ റേഡിയോമെറ്റൽസ് ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. സ്പ്രെഹൻ്റെ എക്സാമിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് എക്സാം എന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ നമ്മുടെ ഈ നോട്ട്സ് നമ്മൾ ടൈപ്പ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ച് ചിലപ്പം മിസ്റ്റേക്കുകൾ വരുമായിരിക്കും. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യുമ്പോഴായിരിക്കും ഞാനത് ശ്രദ്ധിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ തിരുത്തി പറയും. ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ചിലത് മിസ്റ്റേക്കായിട്ട് വരുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. എന്നാലേ ഉള്ളൂ അത് മിസ്റ്റേക്ക് തിരുത്തി നമുക്ക് മുൻപോട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു കുഴപ്പമില്ല കമൻറ്റ് ചെയ്യുന്നതിന്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നതാണ് തേമയാണ് ഫസ്റ്റ് ടൈല് വരുന്നത്. തേമ എന്ന് പറയുമ്പോൾ നമ്മൾ പുങ്ങിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു റേഡിയോമെറ്റലിലേക്ക് നമ്മൾ ആ പുങ്ങ് ആഡ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ റേഡിയോമെറ്റലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അത് തന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഗുഡൻ ടാഗ് പറഞ്ഞിട്ട് തുടങ്ങുക. ഗുഡൻ ടാഗ്, ich begrüße Sie herzlich zu meinem Vortrag über എന്ന് പറഞ്ഞിട്ട് ഏത് തേമയെക്കുറിച്ചാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തേമ ഏതാണോ അത് നിങ്ങൾ പറയുക. ആ ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് ആ ഒരു തേമ പറയുക. എന്നിട്ട് ich finde das Thema sowohl relevant als auch bedeutsam in der Gesellschaft. Darum möchte ich meine Meinung dazu äußern. ഈ ഒരു തേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവോൾ റെലവൻറ്റ്, അതായത് റെലവൻറ്റ് മാത്രമല്ല, അതുപോലെ തന്നെ ബെഡോയിസമാണ്. അതായത് വിസ്റ്റിക്കിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റീവാണ് ബെഡോയിസം എന്ന് പറയുന്നത്. നമ്മുടെ ഗസൽഷാഫ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തേമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ തേമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഇൻട്രോയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം നമുക്ക് ജസ്റ്റ് തേമയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻട്രോ നമുക്ക് പറയാം. ആ തേമയെക്കുറിച്ചൊരു 2-3 സെൻറ്റൻസ് മാത്രം ഇൻട്രോ ആയിട്ട് നമുക്ക് പറയാം. എല്ലാവരും സെയിം റേഡിയോമെറ്റൽ യൂസ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ ഓൺ ഐഡിയയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അടുത്തത് വരുന്നതാണ് es gibt unterschiedliche Möglichkeiten. അതായത് നമുക്ക് Möglichkeiten പറയണമല്ലോ. അതായത് നമുക്ക് 3 Möglichkeiten ആണ് പറയേണ്ടത്. അതേതൊക്കെയാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം അത് ഏതൊക്കെയാണെന്ന് പറയുക. es gibt unterschiedliche Möglichkeiten എന്ന് പറഞ്ഞിട്ട് പറയുക. ഏതൊക്കെയാ? entweder എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു Möglichkeit പറയുക. oder രണ്ടാമത്തെ Möglichkeit പറയുക. außerdem kann man എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ Möglichkeit പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു Möglichkeit പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രാമാറ്റിക് പോർഷൻ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ഗ്രാമാറ്റിക് പോർഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഓരോ Möglichkeitനെ കുറിച്ചും പറയുവാണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു നല്ലൊരു Möglichkeit ആയിരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ Möglichkeit ആയിട്ട് പറയേണ്ടതും. അതുപോലെ തന്നെ ഫസ്റ്റത്തെ Möglichkeit ഇച്ചിരി ഏറെ പറയാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റേഡിയോമെറ്റൽ വരുന്നത് eine Methode, die mir am besten gefallen hat, mir möchte ich genauer ansprechen. genauer ആണ് പറയുന്നത് ആദ്യത്തെ Möglichkeit. das ist ആ Möglichkeit, ആദ്യത്തെ Möglichkeit എന്താണ് അത് പറയുക. das ist എന്നിട്ട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് പറയാം. എന്താണോ ആ Möglichkeit, ആ Möglichkeitൻ്റെ ഒരു 2 ഫോർട്ടൈൽ അല്ലെങ്കിൽ 3 ഫോർട്ടൈൽ ഒരു നാക്ടൈലും പറഞ്ഞാൽ മതി. ഇച്ചിരി ഏറെ നമ്മുടെ ഗനൗർ പറഞ്ഞോണം. രണ്ടാമത്താണ് അതിന് വൈദ്യരെ Möglichkeit ഈസ്. അടുത്ത രണ്ടാമത്തെ Möglichkeit ഏതാ അത് പറയുക. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് പറയാം? anstatt wir എന്ന് പറഞ്ഞിട്ട് ആ Möglichkeitൻ്റെ ഫോർട്ടൈൽ പറയുക. സു മാഹൻ, എന്താണോ ആ പറഞ്ഞേക്കുന്നത് മാഹൻ, ആ വെർബാണ് സു കഴിഞ്ഞ് വരിക. ഈസ്റ്റ് മൻ ഇൻ ദ ലാഗെ എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക. സു ഫർമേഡൻ, അതായത് അവിടെ ഒരു ഫോർട്ടൈലും ഒരു നാക്ടൈലും ഉള്ളൂ. ഈ ഒരു Möglichkeit നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, കൂടുതൽ പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ?
അതായത് ഈ ഒരു നമ്മുടെ ഈ റേഡമെറ്റലിലേക്ക് നമ്മുടെ വെർബും നമ്മുടെ മോഗ്ലിഷ്കായിട്ടും നമുക്ക് പറയേണ്ട കാര്യവും മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല. പുങ്ക്റ്റ് മാത്രം ആക്കി വെക്കുക, ആ പുങ്ക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. കറക്റ്റ് റേഡമെറ്റൽസ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് നമ്മുടെ ആ പുങ്ക്റ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. അടുത്തതാണ് ദ്രിത്തേ മോഗ്ലിഷ്കായിട്ടൻ. ദ്രിത്തേ മോഗ്ലിഷ്കായിട്ടൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മോഗ്ലിഷ്കായിട്ടൻ. അതേതാണോ അത് പറയുക. ദ്രിത്തേ മോഗ്ലിഷ്കായിട്ടൻ ഈസ്റ്റ് എന്ന് പറഞ്ഞ് പറയുക. എന്നിട്ട് നമുക്ക് ഏത് കണക്ടോർ വെച്ചാലും ആ മോഗ്ലിഷ്കായിട്ടൻ്റെ ഫോർട്ടയിലും നാക്ടയിലും പറയാം. അതായത് വെൻ വെച്ച് പറയാം, ഐനർ സൈഡ്സ് ഓർ അന്തറർ സൈഡ് പറയാം, അല്ലെങ്കിൽ സ്വൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണക്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അതങ്ങനെ വിവരിക്കുക. അപ്പം ഓർക്കുക, നമ്മുടെ ഗനവർ മാത്രം വേണം നമ്മൾ ഇച്ചിരി ഏറെ പറയുന്നത്. അതായത് നാക്ടയിൽ നമ്മൾ കൂടുതൽ പറയുന്നതിൽ കാര്യമില്ല, ഫോർട്ടയിൽ പറയുന്നതായിരിക്കും നല്ലത്. 3 ഫോർട്ടയിലും ഒരു നാക്ടയിലും പറഞ്ഞാൽ മതി ഗനവറിന്. ബാക്കി വരുന്ന 2 മോഗ്ലിഷ്കായിട്ടനും നമുക്ക് ഒരു ഫോർട്ടയിലും ഒരു നാക്ടയിലും പറഞ്ഞാൽ മതി. അടുത്തത് ഷുംഷ്ലുസ് ആണ്. ഷ്ലുസീവ ഷുംഷ്ലുസ് സാഖേഷ് മൈന മൈനുങ് നാഖ് എന്ന് പറഞ്ഞ് നമ്മുടെ മൈനുങ് പറയുക. ഓക്കെ, നമ്മുടെ ആ മൈനുങ് എന്താണോ അത് പറയുക. നല്ലൊരു മൈനുങ് പറയുക. എന്നിട്ട് അവസാനം പറയുക വെൻ സി ഫ്രാഹൻ ഹാപ്പൻ അൺവോട്ടൻ സീഷ് ഈനൻ ഗേനെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രാഗ ഉണ്ടെങ്കിൽ ഞാനതിന് ആൻസർ പറയാം എന്ന് പറയുക. അവസാനം Ich möchte das Thema bald zum Abschluss bringen. Vielen Dank für Ihre Aufmerksamkeit എന്ന് പറഞ്ഞാൽ നമ്മുടെ തേമ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ മൈനുങ് പറയുന്ന കാര്യം, മൈനുങ് നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ മൈനുങ് എന്ത് പറയണമെന്ന് അറിയത്തില്ലെങ്കിൽ മാത്രം ഞാൻ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ തേമ അവസാനിപ്പിക്കാൻ പറ്റും. അതായത് zusammen fassen möchte ich bemerken, dass alle diese Möglichkeiten nicht nur Vorteile, sondern auch Nachteile haben. Deswegen muss jeder selbst herausfinden, welche Möglichkeiten am besten zu ihm passt. അതായത് ഇതിൻ്റെ മീനിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു മോഗ്ലിഷ്കായിട്ടൻ ഇതെല്ലാ മോഗ്ലിഷ്കായിട്ടനും ഫോർട്ടയിലും മാത്രമല്ല നാക്ടയിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നിനും എടുത്ത് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ രീതി ചേരുന്ന രീതിയിലുള്ള ഫോർട്ടയിലും നാക്ടയിലും ഉണ്ട് എന്ന രീതി നമ്മൾ കൺക്ലൂഷൻ ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കുക, ഇത് നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് ഇത് തന്നെ പഠിച്ചങ്ങ് പറയാം, നമ്മൾ വേറെ റെഡിയാക്കണ്ടല്ലോ എന്ന് ഓർത്തിരിക്കരുത്. പഠിച്ചുകൊണ്ട് പോവുക. ആ ടൈമിൽ നമുക്ക് ആ കിട്ടുന്ന തേമയെക്കുറിച്ച് ഒരു മൈനുങ് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ പറയാൻ നോക്കുക. ഇത് പറയാവുള്ളൂ. കാരണം വേറെയും ആൾക്കാരെ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ എത്രമാത്രം ഡിഫറൻ്റ് ആകാൻ പറ്റും ഒരു തേമ, അല്ലെങ്കിൽ നമ്മുടെ ഒരു തേമ പ്രസൻറ്റേഷനിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള കാര്യം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നോ അത്രയും നമുക്ക് പോസിബിലിറ്റി കൂടുതലാണ് നമ്മുടെ പാസ് ചെയ്യാൻ, അതായത് നമ്മുടെ ആ സ്പ്രഹൻ പാസ്സാവാൻ. അപ്പോൾ അത് ഓർക്കുക, എല്ലാവരും ഡിഫറൻ്റ് ആയിട്ട് രീതിയിൽ നമ്മുടെ ഐഡിയയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു റേഡമെറ്റിൽ തന്നെ മതി, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന പുങ്ക്റ്റ് സെയിം പുങ്ക്റ്റ്, എല്ലാവരും യൂസ് ചെയ്യുന്ന പുങ്ക്റ്റുകൾ അല്ലെങ്കിൽ നാക്ടൈലുകൾ യൂസ് ചെയ്യാതെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. കൂടുതലൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് അത് മാത്രം പറയുക, നിർത്തുക. കോൺഫിഡൻസോടുകൂടി തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കോൺഫിഡൻസ് നോക്കുക. തെറ്റുവാണ് തെറ്റട്ടെ, നമുക്കതൊരു പ്രശ്നമേ അല്ല. നമുക്കിത് തേമ നല്ല സെറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നൊരു ചിന്ത മാത്രം വെച്ചാൽ മതി. നമുക്ക് എന്തായാലും ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ നമുക്ക് സ്പീക്കിംഗ് നല്ല സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് പാസ്സാവാൻ പറ്റും. നമ്മുടെ ആ കോൺഫിഡൻസ് വെക്കുക. തെറ്റുവാണ് തെറ്റട്ടെ, നമ്മൾ ഏത് തേമയായാലും നമ്മുടെ കയ്യിൽ നല്ലൊരു റേഡമെറ്റലുണ്ട്, പുങ്ക്റ്റ്, അത് നമുക്കുള്ളത് വെച്ച് നമുക്ക് കാച്ചാം എന്നൊരു രീതി ആക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ നൈസായിട്ട് എടുത്ത് കണ്ടാൽ മതി. നമ്മൾ കണ്ടമാനം ടെൻഷൻ അടിച്ചിട്ട് ഇത് പറ്റുമോ, റേഡമെറ്റലും പുങ്ക്റ്റും ഇതൊക്കെ എനിക്ക് കിട്ടുമോ, ഏത് തേമയായിരിക്കും എന്നൊക്കെ നമ്മൾ ഫസ്റ്റേ നമ്മൾ കയറുന്ന മുമ്പേ നമ്മളൊരു ടെൻഷൻ അടിച്ചിട്ടാണ് പോകണമെങ്കിൽ നമുക്കവിടെ നെഗറ്റീവേ വരുള്ളൂ. പോസിറ്റീവ് മൈൻഡിൽ പോകണം. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു റേഡമെറ്റൽ വേണം, നല്ല രീതിയിൽ നമ്മൾ തേമ പ്രിപ്പയർ ചെയ്യണം, നമുക്ക് പറയാനുള്ള കോൺഫിഡൻസ് ആക്കി എടുക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അത്ര മാത്രം മതി. നമ്മൾ വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് കുറേ വൊക്കാബ് അറിയത്തില്ല, അല്ലെങ്കിൽ കുറേ ഗ്രാമാറ്റിക് പോർഷൻ എനിക്ക് അറിയില്ല, എനിക്ക് അത്രയുള്ള കോൺഫിഡൻസ് ഇല്ല, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റും. നല്ലൊരു റേഡമെറ്റൽ മതി, നല്ല രീതിയിൽ ഒന്ന് എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക, അത്ര മതി. വേറെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട. നേരെ ചെല്ലുക, എക്സാം അറ്റൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മൈൻഡ് അത്ര സെറ്റാക്കി എടുത്ത് പോയാൽ മാത്രം മതി. വേറെ ഒരു
റിസ്ക്കും ഇതിനകത്തില്ല. ഓക്കെ, അപ്പം തേമ അത്രയേ ഉള്ളൂ. അപ്പോൾ തേമയ്ക്ക് നമുക്ക് ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേമയ്ക്ക് നമ്മൾ അധികം സമയം നമുക്ക് തരത്തില്ല. ഒരു 4 മിനിറ്റിനുള്ളിൽ നമ്മൾ അവർക്ക് പെട്ടെന്ന് എക്സാമിന് വരുന്നവർ എക്സാം എഴുതി പോകണം, അത്രയേ ഉള്ളൂ. ലാഗ് അടുപ്പിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും നാർത്തേലും ഫോർട്ടേലും ആണെങ്കിലും ഒരെണ്ണമൊക്കെ വെച്ച് തന്നെ പറഞ്ഞാൽ മതി. കൂടുതൽ റെഡമെന്റിൽ ആഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ തേമയുടെ കാര്യം പറഞ്ഞ് punktum പറഞ്ഞ് പോകുക. പെട്ടെന്ന് തന്നെ ബീൻഡം ചെയ്യാതെ അത് എൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഡിസ്കസ്യോൺ. ഓക്കെ, ഡിസ്കസ്യോൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ്യോൺ നമ്മൾ 2 പേര് തമ്മിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിസ്കസ്യോൺ ഒരിക്കലും നമ്മുടെ എക്സാമിനറെ നോക്കി നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ തേമ പിന്നെയും നമുക്ക് പറ്റും, എക്സാമിനറെ നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മൾ ഡിസ്കസ്യോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പേരും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണറെ നോക്കി വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചോദിക്കാനും നമ്മുടെ ഓരോ punktum അവരോട് പറയാനായിട്ട്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റെഡമെന്റിൽ നോക്കാം. Guten Tag, heute haben wir das Thema, ഏതാണോ തേമ അത് പറയാം, bekommen. Können wir darüber etwas diskutieren എന്ന് ചോദിക്കാം. അതായത് ആർക്കായാലും നമുക്ക് ചോദിക്കാം. ഇന്നവർ തുടങ്ങണം, ചിലപ്പോൾ അവർ പറയും, എക്സാമിനർ തന്നെ പറയും നിങ്ങൾ തുടങ്ങിക്കോ, അല്ല ആരെങ്കിലും ഒരാൾ തുടങ്ങിക്കോ എന്ന് പറയും, അതനുസരിച്ച് തുടങ്ങാം. അങ്ങനെയൊന്നും പറഞ്ഞാലേ നമുക്ക് ആരെങ്കിലും മുൻകൈ എടുത്ത് തുടങ്ങിക്കോണം, നമ്മൾ നോക്കി നിൽക്കല്ലേ. ഡിസ്കറ്റുവരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയാം യാ, അടുത്ത ആൾ പറയാം യാ natürlich fangen wir an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും നോക്കിയിരിക്കില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ദാഗേവനാണോ ദാഫിയറാണോ ആദ്യമേ എടുത്ത് പറയണം, പെട്ടെന്ന് തന്നെ പറയണം. ich bin dafür das എന്ന് പറഞ്ഞാൽ നമ്മുടെ punkt പറഞ്ഞോണം. അത് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമുക്ക് ഏത് punktaണോ കൂടുതൽ അറിയാവുന്ന ആ രീതിയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞോണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫ് ആക്കാൻ പറ്റും. എല്ലാവരും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം അങ്ങനെ പറയാം. അടുത്തത് ദാഫ്യോർ ആണെങ്കിൽ താഗേകനാണെങ്കിൽ എന്തൊക്കെ റെഡമെന്റിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ദാഫ്യോർ എന്ന് പറഞ്ഞ് ഞാൻ ഒരു punkt പറയുന്നു, താഗൻ എന്ന് പറഞ്ഞ punkt പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദാഫ്യോർ പറയുമ്പോൾ നമ്മൾ പറയാം ich bin dafür das എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ ദാഫ്യോറാണ് എന്നുള്ളത് നമ്മൾ അവിടെ പറയുക. ഒരു കാര്യം പറയാം ദാഫ്യോർ ദാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമ്മളൊരു തേമ എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റുഡിയറിനെ കുറിച്ചാണ് ഡിസ്കസ്യോൺ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ പറയാം ich bin dafür das ഓൺലൈൻ സ്റ്റുഡിയറൻ സോൾമാൻ ഇൻ ഓൺലൈൻ സ്റ്റുഡിയറൻ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ദാഫ്യോറാണ്. വൈൽ, അതിൻ്റെ കാരണം പറയാം. വൈൽ സർ einfach und എന്താണ് ഫ്ലെക്സിബിലിറ്റേറ്റ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്മുടെ മൈനിങ് നല്ലൊരു മൈനിങ് പറയും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. പറഞ്ഞിട്ട് വാസ് ഇസ് ദാന മൈനിങ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. അപ്പം അവർ അടുത്തത് എന്താണ്, അവർ തകേകൻ എന്തായാലും. അപ്പോൾ തകേകൻ പറയുമ്പോൾ അവർ പറയും ഒന്നെങ്കിൽ അവർ പറയും യാ ദിസ് ഇസ് വാറക്ട് aber ich habe andere Meinung എന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം പറയും. അങ്ങനെയാണ് ഡിസ്കസ്യോൻ്റെ രീതി വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ദാഫ്യോറിൻ്റെ punkt മാത്രം ആദ്യം പറയുവാണ്. രണ്ടാമത്തെ punkt വരുന്നത് യാ ich stimme dazu, ഞാൻ നിന്നോട് യോജിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് പറഞ്ഞ പാർട്ട്ണറിൻ്റെ ആ punkt നമുക്ക് എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പറയാം aber ich denke എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കാര്യം, നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണല്ലോ വാട്ട് ഹെൽത്ത് ടു ദാഫോൺ വാസ് തിങ്സ് ടു തരാൻ ആ ഒരു റെഡമെന്റിൽ അതേപോലെ നമ്മളങ്ങ് യൂസ് ചെയ്താൽ മതി. അടുത്ത punktാണ് ദു ആസ് റെക്ട്, നിങ്ങൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. aber ich habe andere Meinung, പക്ഷെ എനിക്ക് വേറൊരു അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറയുക. വാസ് ഹെൽത്ത് ടു ദാഫോൺ, നിങ്ങളതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നും ചോദിക്കാം. അടുത്ത punktാണ് ich verstehe was du meinst aber ich finde എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുക. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഭിപ്രായം പറയുക. വാസ് തിങ്സ് ടു തരാൻ എന്നും പറയാം. എങ്ങനെയാണ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഡിസ്കസ്യോൺ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ കുറേ ദാഫ്യോറും താഗേകൻ്റെ punkt നമ്മൾ റെഡിയാക്കി വെക്കുക. ആ punkt നമ്മൾക്ക് അറിയാവുന്ന റെഡമെന്റിലേക്ക് ആഡ് ചെയ്യുക, പറയുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ഈ മൈനിങ്ങിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് ചോദിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ദാഗേകനാണ്. ഇനി അടുത്ത punkt ദാഗേകൻ നോക്കാം. യാ das ist eine gute Vorschlag aber ich denke എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ മൈനിങ് അത് പറയുക. എന്നിട്ട് was findest du das, അല്ലെങ്കിൽ അടുത്ത പോയിന്റ് das klingt gut aber ich finde എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈനിങ് പറയുക. was hältst du davon.
ഇഷ് ഫസ്റ്റ് ഹെ വാസ് ദു മൈൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് എടുത്ത് പറയാം. അല്ലെ അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വാസ് ദു മൈൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇഷ് ദെങ്കെ നമ്മുടെ കാര്യം പറയുക. ദാ അല്ലെ വൈലോ വെന്നോ എന്തേലും വെച്ച് നമ്മൾ ആ ഒരു നമ്മുടെ മൈനുങ്ങ് ഒന്ന് വിശദീകരിക്കുക. കാരണം എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ദു അയൻ ഫർസാൻഡൻ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളത് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുക. യായാണ് യാ, നയനാണ് നയൻ എന്ന് പറഞ്ഞിട്ട് ഇസ്റ്റേഗെ ഓഫ് ദ സ്റ്റാൻഡ് പോയിന്റ് ദാസ് എന്ന് പറയുക. എന്നിട്ട് എന്ത് പറയുക, നമ്മുടെ മൈനൂങ് അങ്ങ് പറയുക. ഓക്കെ. അപ്പം ഇതിപ്പോൾ ഞാനിപ്പം എൻ്റെ പാർട്ട്ണറോട് ചോദിക്കുക ബെസ്റ്റ് ടു അയൻ ഫസ്റ്റ് എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുക ഇല്ല ഞാൻ യോജിക്കുന്നില്ല, നയൻ ഓർ യാ ഏത് വെള്ളം പറഞ്ഞിട്ട് സ്റ്റേ ഓഫ് ദ സ്റ്റാൻഡ് പോയിന്റ് ദാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മൈനൂങ് പറയുക. മൈനൂങ് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ അഭിപ്രായം അത് തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്ലൈ പറയുക. ഓക്കെ യാ ഇഷ് denke wir haben alles Punkt geplant എന്ന് പറയുക. punkt എന്ന് ആഡ് ചെയ്യണേ. alles Punkt എന്ന് പറയണം. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ punktum പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ചൂസ് പറയുക. അങ്ങനെ വീണ്ടും ചെയ്യുക. അതായത് നമുക്ക് ഡിസ്കഷൻ നിർത്തുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മളൊരു 3 punktiലും പറയുക. 3 ഡിസ്കസ്യും ചെയ്യുക. 3 punktiലും ഡിസ്കസ്യും ചെയ്യുക. ഒന്നും നമ്മൾ വിട്ടുകൊടുക്കുന്ന അത് ശരിയല്ല. വിട്ടുകൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വിട്ടുകൊടുക്കാതെ രണ്ടുപേരും രണ്ട് അഭിപ്രായത്തിൽ തന്നെ തീർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആരാണോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചത് അവർക്കായിരിക്കും കൂടുതൽ പോയിൻ്റ് പോകുന്നത്. അപ്പോൾ നിങ്ങളത് ഓർക്കുക. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അപ്പോൾ മാക്സിമം 3 punktiലും നമ്മൾ ഇങ്ങനെ കോൺവെർസേഷൻ അതായത് ഡിസ്കഷൻ ചെയ്തോണം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മുടെ റേഡിയോമെറ്റിൽ ദാഗേഗനാലും ദാഫിയറാളും ഏത് റേഡിയോമെറ്റിൽ വേണം നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ പോയിന്റ് ആഡ് ചെയ്ത് പറയുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകം ദാഫിയോറിന് ഈ ഒരു പോയിന്റ് അല്ല റേഡിയോമെറ്റിൽ മാത്രമേ ഉള്ളൂ, ദാഗേഗൻ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നില്ല. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടും പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ആ ടൈമിൽ നമുക്ക് ഏത് റേഡിയോമെറ്റിലാണോ വരുന്നത് അതിന് യോജിച്ച രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി. അതായത് നമ്മൾ തേമ പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഫ്രാഗേ ചോദിക്കുകയുള്ളൂ. ആ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറോടും അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറും നമ്മളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ആൻസർ പറയുമ്പം ഫീലൻഡാങ്ക് പറയുക. അതായത് ഫീലൻഡാങ്ക് ഫിയോറേറെ ഫ്രാഗെ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. അതുപോലെ തന്നെ നമ്മളാണ് ഫ്രാഗ ചോദിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് അവരുടെ ഒരു പ്രസൻറ്റേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തേമയെക്കുറിച്ച് നമ്മളൊരു ഇൻട്രോ കൊടുക്കുക. എന്തുവാ നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, ഞാനൊരു ഫ്രാഗ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ഇൻട്രോ പോലെ കൊടുത്തിട്ട് നമ്മൾ ഫ്രാഗ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം പൊളൈറ്റായിട്ട് തന്നെ ആൻസർ പറയുക. അതുപോലെ ഒരു കാര്യമുള്ളതാണ്, എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അവർ പറയുന്ന മോഗ്ലിഷ്കാറ്റിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന്. പറ്റും. നാഗ്ടൈലിൻ്റെ മോഗ്ലിഷ്കാറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഫോർടെയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നതിൽ കാര്യമില്ല. വേണേൽ നമുക്ക് ചോദിക്കാം, ഇതല്ലാണ്ട് വേറെ ഏത് മോഗ്ലിഷ്കാറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചിയേഴ്സ്.